ഇപ്പോഴും കമൻസിലൂടെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ കാരണമെന്ന്. ചിലപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയ വീഡിയോസ് കാണാത്തവരായിരിക്കും, അവരോടായിട്ടാണ് ഈ പറയുന്നത്. എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളുടെ കന്യാസ്ത്രീ പട്ടമാണ്, അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ചാച്ചന് വരാൻ പറ്റിയില്ല, കാരണം യുദ്ധമൊക്കെ ആയതുകൊണ്ട് ചാച്ചൻ്റെ ക്ലയൻസൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മടി പിടിക്കും, അതുകൊണ്ടാണ് ചാച്ചന് വരാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ പരിപാടി നമ്മുടെ തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് പട്ടം വരുന്നത്. അത് ഇരിങ്ങാലക്കുട ചർച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ. തലേ ദിവസത്തെ പരിപാടിക്ക് തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നൈബേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ചാച്ചനും വൈശും മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇന്നേ വരേക്കും ഒരു ഫംഗ്ഷന് ചാച്ചൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. എല്ലാ ഫംഗ്ഷനും ആൾ ഓടി എത്താറുണ്ട്. പക്ഷേ ഇത് സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ആൾക്ക് വരാൻ പറ്റാഞ്ഞത്. ആ സിറ്റുവേഷൻ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അത് കാരണം തന്നെ എൻ്റെ ആ വിഷമം ഞാൻ അങ്ങ് ഉള്ളിലങ്ങ് ഒതുക്കി കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കന്യാസ്ത്രീ പട്ടം കൂടാൻ പോകുന്നത്. തിരുപ്പട്ടം കൂടിയിട്ടുണ്ട്, കാരണം എൻ്റെ പപ്പയുടെ അനിയൻ അച്ഛനാവാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ തിരുപ്പട്ടം ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷേ കന്യാസ്ത്രീ പട്ടം ഞാൻ ഇതുവരെയും കൂടിയിട്ടില്ല. എന്തായാലും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് ആ ഒരു 2 ഭാഗ്യവും ലഭിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇവന്മാർക്ക് യാതൊരു ക്ഷീണവും തോന്നുന്നില്ല, കളിച്ച് മതിയായിട്ടില്ല. പോവാന്ന് പറഞ്ഞിട്ട് 2 എണ്ണം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ പപ്പയ്ക്ക് 2 പെങ്ങന്മാരുണ്ട് കേട്ടോ. അതിലൊരു പെങ്ങളുടെ മകളുടെ മകളാണ് ഈ നിൽക്കുന്നത്. ഡോണിനേക്കാൾ 4 മാസത്തിന് താഴെയാണ് കേട്ടോ ഇവള്. അതുകൊണ്ട് തന്നെ ഒരേ പ്രായക്കാരെ കിട്ടിയതുകൊണ്ട് ഇവന്മാർ ഫുൾ കളി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും തമ്മിലായിരുന്നു അവിടെ ഓട്ടവും ചാട്ടവും കളിയും ഒക്കെ കേട്ടോ. ഷിബോച്ചൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ. മുമ്പ് ഞങ്ങൾക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പം ഞങ്ങൾക്ക് പിള്ളേരായതിനു ശേഷം പിള്ളേർക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ ഇച്ചുവിന് 10th നല്ല മാർക്ക് കിട്ടിയത് കാരണം ഇച്ചുവിനും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ തലേ ദിവസത്തെ കലാപരിപാടികൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷം കാണാം കേട്ടോ.